മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാം. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനിയിൽ വേദനകൾ ഏതിനുമൊക്കെ എന്നറിഞ്ഞോൻ. മേദിനിയിൽ വേദനകൾ ഏതിനുമൊക്കെ എന്നറിഞ്ഞോൻ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാം. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. അവൻ മാറാത്ത സ്നേഹിതനാണ്. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുന്നവന്. അവൻ്റെ മാറിൽ ചാരി അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ യോഹന്നാനെ പോലെ. യോഹന്നാൻ കർത്താവിൻ്റെ വാത്സല്യ ശിഷ്യൻ. അവൻ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് അവൻ്റെ വായിലെ വചനങ്ങളെ തെന്മൊഴികളെ കേട്ടുവെന്ന് നാം വായിക്കുന്നു. അതേ, അവൻ മാറാത്ത സ്നേഹിതനാണ്. ഭൂമി മുഴുവൻ മാറിപ്പോകും, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. അങ്ങനെ മാറിപ്പോയാലും അവൻ ഒരു നാളും മാറത്തില്ല. അവൻ വാക്ക് മാറാത്തവനാണ്. അതുകൊണ്ട് ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും തൻ്റെ മാറിൽ നമുക്ക് ചേർന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുന്നു. കർത്താവിൻ്റെ ശാസന ആവശ്യമില്ലാത്ത ഒരു ജീവിതവുമില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര ആത്മീയമായി ആത്മീയമായി ഉയർന്ന അനുഭവമുള്ള വ്യക്തിയാണെങ്കിലും പിന്നെയും നിന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കുടുംബത്തെ, സ്ഥലം, സഭയെ, മൊത്തമായി വ്യക്തിയെ, ഒരു ദേശത്തെ മുഴുവനും, ഇപ്പോൾ ലോകം മുഴുവനും ഒരു ശാസനയുടെ രൂപത്തിലാണ്, ശിക്ഷയുടെ രൂപത്തിലാണ് ആയിരിക്കുന്നത്. ദൈവ പൈതലെ, ദൈവം നിന്നെ ശാസിക്കുമ്പോൾ എനിക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നീ ചോദിച്ചു പോകുക. കാരണം കൂടാതെ അവൻ ആരെയും ശാസിക്കുന്നില്ല എന്ന് മാത്രം ഓർക്കുക. പലപ്പോഴും ദൈവത്തിൻ്റെ നുകം, ശാസനയുടെ നുകം ഭാരമായി തോന്നാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചു വരുന്നത്. ഒന്നാമത്, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, നീ ഒരു ദൈവപൈതലാണെങ്കിൽ ശാസന
പിതൃപുത്ര ബന്ധത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് നീ മനസ്സിലാക്കണം. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എബ്രായർ 12:7. നിത്യതയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ഇവിടെ ഒരുക്കുകയാണ്. ഭൂമിയിലെ നിന്റെ ആയുസ് നിത്യയുടെ വെളിച്ചത്തിൽ ഒരു ശൈശവകാലം മാത്രമാണ്. നിന്റെ ശൈശവകാലത്ത് നിന്റെ പിതാവിൻ്റെ ശിക്ഷണം നിനക്ക് അത്യന്താപേക്ഷിതമാണ്. 2, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ശാസന ഒരു ദണ്ഡനമോ ശിക്ഷാവിധിയോ അല്ല. എന്തെന്നാൽ നാം വായിക്കുന്ന നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. യെശയ്യാ 53:5. ചെയ്തു പോയ കുറ്റത്തിനുള്ള വെറും ശിക്ഷയല്ല. ദൈവം നമുക്ക് നൽകുന്ന ഒരു ശാസനയും ചെയ്തു പോയ കുറ്റത്തിനായിട്ടുള്ളതല്ല, നന്നാവുവാൻ നൽകുന്ന ശിക്ഷണങ്ങളാണവ. കുറ്റത്തിനൊരു ദണ്ഡനം നൽകാനല്ല. പിന്നെ എന്തിനാണ് ശിക്ഷ? നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ അവൻ നമ്മെ ശിക്ഷിക്കുന്നു. എബ്രായർ 12:10. 3, ഒരു വിശ്വാസി ദൈവേഷ്ടത്തിന് വിപരീതമായി സ്വേച്ഛാനുസരണം ചെയ്യുമ്പോൾ, സ്വന്തം വഴിയെ പോകുമ്പോൾ ആ പാതയിൽ ദൈവശിക്ഷ തീർച്ചയായും ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളണം. നിന്റെ വഴി തെറ്റിയാൽ നിനക്ക് അടി കിട്ടും. അടി കിട്ടിയേ നീ മടങ്ങി വരൂ എന്നറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വഴി തെറ്റായിപ്പോയാൽ വഴി ഇതാകുന്നു എന്ന് ബോധിപ്പിക്കുന്നതിന് ദൈവം ചിലപ്പോൾ നിന്നെ ശാസിക്കും, നിന്നെ അടിക്കും. അത് മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. യോനയെ നോക്കിക്കേ. അനുസരണക്കേടിൻ്റെ പാതയിൽ അവൻ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇതാ തിരമാലകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അല്പമെങ്കിലും ദൈവേഷ്ടത്തിന് വ്യതിചലിച്ചാണ് നീ പോകുന്നതെങ്കിൽ ദൈവപൈതലെ ശ്രദ്ധിച്ചു കൊള്ളുക. നിന്റെ യാത്ര സമാധാനത്തോടെ അവസാനിപ്പിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. 4, നിന്റെ മാർഗം ശരിയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ തെറ്റായ മാർഗങ്ങളിലുണ്ടാകുന്ന ദോഷങ്ങളിൽ കൂടെയും ചില സന്ദർഭങ്ങളിൽ ദൈവം നിന്നെ ശാസിക്കും. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം നിന്നെ കുറച്ചുകൂടെ ശക്തമായി മൂർച്ചയുള്ള ആയുധമാക്കുവാൻ വേണ്ടി, ദൈവം നിന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയായിരിക്കും. യോസഫ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അവൻ അനുഭവിക്കേണ്ടി വന്ന അനവധി കഷ്ടതകൾ തൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ തെറ്റുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നീയും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചിട്ടുള്ളതാണെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. ഒരു നന്മ ഉടനെ ഉണ്ട്. നിന്നെ മാനിക്കുന്ന ആ സമയം ഉടനെ ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. നിന്നെ പീഡിപ്പിക്കുന്നവരോട് മുഷിയാതെ എല്ലാം ദൈവ കരങ്ങളിൽ നിന്ന് വാങ്ങി സന്തുഷ്ടനായിരിക്കുക. അവൻ വിടുവിക്കുന്ന സമയമുണ്ട്. അവൻ പ്രതിഫലം തരുന്ന സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 5, ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള കാരണവും വിശദീകരണവും നിനക്ക് നൽകുമെന്ന് നീ എപ്പോഴും പ്രതീക്ഷിക്കരുത്.
ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകത്തക്ക വിധത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ആ ശിക്ഷ അതെന്തുകൊണ്ടാണ് എന്ന് ചിലപ്പോൾ നിന്നെ മനസ്സിലാക്കിക്കാതെയും ഇരിക്കും. അഥവാ ദൈവം നമ്മോട് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാതെയും വരും. അപ്പോൾ തന്നെ ശിക്ഷയും ലഭിച്ചെന്നിരിക്കും. ശിക്ഷ എന്തുകൊണ്ടെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ നിസ്വാർത്ഥമായി കർത്തൃശുശ്രൂഷ ചെയ്ത ദൈവദാസനായി. യോഹന്നാനെ പറ്റി ആർക്കും ഒരു അപവാദവും പറയുവാനില്ല. ഏലിയാവിനെ പോലെ ശക്തിയോടെ ദൈവം ഉപയോഗിച്ച പുരുഷൻ, ദൈവപുരുഷൻ, കർത്താവിന് വഴിയൊരുക്കുവാൻ നിന്നവൻ. അനാചാരങ്ങൾക്കെതിരെ, ദുരാചാരങ്ങൾക്കെതിരെ യാതൊരു മുഖപക്ഷവുമില്ലാതെ സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ശാസിക്കുവാൻ കരുത്തുറ്റവൻ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇത്രയധികം നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്ത ദൈവത്തിൻ്റെ പ്രിയ ദാസൻ ഇതാ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? വചനത്തിനെതിരെ ശബ്ദിച്ചത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, കർത്താവ് അവനെ ജയിലിൽ നിന്ന് വിടുവിക്കുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അനീതിയുടെ വാഴ്ച പോലെ ആയിപ്പോയി. അനീതി വാഴുന്നു, കർത്താവ് വിടുവിക്കുന്നില്ല. അവിടെ യോഹന്നാൻ നിരാശപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ ജീവിതത്തിൽ അവിടെ വെച്ചൊരു നിരാശയും വന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകുമോ എന്ന് യോഹന്നാൻ സംശയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓട്ടവും അധ്വാനവും എല്ലാം വെറുതെ ആയിപ്പോയോ? കർത്താവിനോട് ചോദിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അതിന് വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ഇവിടെ വിടുതലുണ്ട്, ഇവിടെ രോഗശാന്തിയുണ്ട്, ദൈവിക ശക്തിയുണ്ട് എന്ന് നിങ്ങളെ കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ചെന്ന് പറയുക എന്ന് മാത്രമാണ് യോഹന്നാനോട് പറഞ്ഞു വിട്ടത്. ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു മറുപടി പോലും, അവൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് നല്ല ഒരു മറുപടി പോലും, ഒരാശ്വാസവാക്ക് പോലും യോഹന്നാന് ലഭിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാനെ ജയിലിൽ നിന്ന് വിടുവിക്കാതെ അവൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അവൻ അന്ന് ആ രംഗത്ത് നിന്ന് മാറ്റപ്പെടണമെന്നുള്ളതും അത് ശിരച്ഛേദത്താൽ ആയിരിക്കണമെന്നുള്ളതും ആവശ്യമായിരുന്നു. അത്ര തന്നെ. യോഹന്നാൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. യോഹന്നാൻ്റെ ശുശ്രൂഷ ദൗത്യം എന്തായിരുന്നു? കർത്താവിന് വഴിയൊരുക്കുക, അവൻ്റെ പാദം നിരപ്പാക്കുക. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും തൻ്റെ ദൗത്യം യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പഴയ നിയമത്തിൻ്റെ അവസാന കന്യയായ സെക്കര്യാവിൻ്റെ മകൻ യോഹന്നാൻ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ദൈവപുത്രനെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അങ്ങനെ ഒരു മരണമാണ് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. കാരണം അവനെയോ അവൻ്റെ ശിഷ്യന്മാരെയോ കർത്താവ് അറിയിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരിക്കലും പിശക് പറ്റുന്നില്ലെന്നും
അവനാർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലെന്നും വിശ്വസിക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ കർത്തവ്യം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ ശുശ്രൂഷ തികച്ചു. അവൻ പോകണം. യോഹന്നാൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് അവൻ മരിക്കണം. ദൈവം അങ്ങനെ ഒരു മരണമാണ് വച്ചിരുന്നത്. അപ്പോസ്തലന്മാർ പലരും അങ്ങനെയാണല്ലോ, രക്തസാക്ഷികളായല്ലോ. അതെന്താണ് കർത്താവേ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനൊരിക്കലും പിശക് പറ്റുന്നില്ല. അവനാർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം. ദോഷം ചെയ്യുന്നില്ലെന്ന് വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ലാസർ ദീനമായി കിടന്നിരുന്നു എന്നറിഞ്ഞിട്ട് കർത്താവ് ഉടനെ വന്നില്ല. എന്തുകൊണ്ടാണ് യേശു വരാഞ്ഞതെന്ന് ആ സഹോദരന്മാർക്ക് ആർക്കും അറിയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അറിയില്ല. ഇത്രയും സമയമായിട്ട് കർത്താവ് എന്താ വരാത്തത്? അവർക്കാർക്കും ഒരു വിശദീകരണം പറയുവാനില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ വരേണ്ട സമയമായപ്പോൾ വന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ലാസറിന് മരിക്കുവാൻ സമയം അനുവദിക്കേണ്ടത് ആവശ്യമാണെന്ന് കർത്താവ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ സകലവും നന്നായി ചെയ്യുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ചെയ്യുവാനുള്ളത് അവൻ ചെയ്യും. അവൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ലാസറിൻ്റെ മരണത്തിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ലാസറിൻ്റെ മരണം അനേക പാഠങ്ങൾ ജനത്തെ മനസ്സിലാക്കിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അനുഭവവും നമ്മെയും പലപ്പോഴും പല പാഠങ്ങൾ പഠിപ്പിക്കുവാനാണ് നമ്മുടെ ജീവിതത്തിലും കഷ്ടത വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതായി നാം ചിന്തിച്ചത് ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാരണവും വിശദീകരണവും നിനക്ക് നൽകുമെന്ന് നീ എപ്പോഴും പ്രതീക്ഷിക്കരുത്. അതാണ് യോഹന്നാൻ്റെ ചരിത്രവും ലാസറിൻ്റെ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും എല്ലാത്തിനും ഒരു വിശദീകരണം ലഭിച്ചെന്ന് വരികയില്ല. എന്നാലും അവൻ്റെ ഹിതത്തിന് സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മുഖം ഭാരമായി വരുന്ന ദൈവപൈതലേ, എല്ലാത്തിനും എപ്പോഴും നിനക്ക് വിശദീകരണം ലഭിച്ചെന്ന് വരികയില്ല. അവൻ്റെ മുഖം ഭാരമാണെന്ന് കരുതുന്ന ദൈവപൈതലേ, അവനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് നിൻ്റെ കർത്തവ്യം. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ശിക്ഷയെ നിരസിക്കുകയോ അവൻ്റെ ശാസനയിൽ മുഷിയുകയോ അരുത്. ദൈവത്തിന് സ്തോത്രം. നിരസിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വിധേയപ്പെടുവാൻ മനസ്സ് കാണിക്കാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വിധേയപ്പെടുവാൻ മനസ്സുകേട് കാണിക്കാതിരിക്കുക, താല്പര്യക്കുറവ് കാണിക്കുക, അവൻ്റെ ശിക്ഷണത്തിൽ നിന്ന് കുതറിമാറുവാൻ ശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. അതാണ് നിരസിക്കുക, അതാണ് മുഷിയുക. ദൈവത്തിന് സ്തോത്രം. മുഷിയ എന്നാൽ കർത്താവിനോട് കർത്താവേ മതി എന്ന് പറയുകയാണ്. ഇപ്പോൾ കർത്താവേ മതി, ഇനി ശിക്ഷിക്കണ്ട എന്ന് പറയുന്നതാണ് നിരസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവന് നമ്മുടെ പ്രകൃതി അറിയാമല്ലോ. നാം വായിക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു.
അതുകൊണ്ട് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നമുക്ക് വഹിക്കാവുന്നതിൽ അധികം അവൻ തരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവ് തൻ്റെ കൊച്ചുമകൻ്റെ കയ്യിൽ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാവുന്ന ഭാരം എത്രയാണെന്ന് പിതാവിനറിയാം. ദൈവത്തിന് സ്തോത്രം. 10 വയസ്സുള്ള ബാലൻ്റെ മേൽ 10 വയസ്സുള്ള ബാലൻ്റെ തലയിൽ 50 കിലോ ഭാരമുള്ള സിമൻ്റ് ചാക്ക് എടുത്ത് വെച്ച് കൊടുക്കില്ല. അതേസമയം 3-4 മാക്സിമം വെയിറ്റുള്ള 3-4 കിലോ ഭാരം ഒരു പക്ഷേ കൊടുത്തെന്നിരിക്കാം. എന്നാലും 50 കിലോയുടെ സിമൻ്റ് പാക്കറ്റ് അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കില്ല. ദൈവപൈതലേ, നിനക്ക് സഹിക്കുവാൻ കർത്താവ് തന്ന ഭാരം നിനക്ക് സഹിക്കാവുന്നതിലും അധികമാകയില്ല. അവൻ അളന്ന് കുറിച്ച് കൃത്യമായി വഹിക്കാവുന്നത് മാത്രമേ തിരികെയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവെ മതി എന്ന് പറയരുത്. അവന് നമ്മുടെ പ്രകൃതി അറിയാം. നമുക്ക് വഹിക്കാവുന്നത് എത്രയെന്ന് കർത്താവിനറിയാം. മതിയെന്ന് നിശ്ചയിക്കേണ്ടത് നീയല്ല, അവനാണ്. അവൻ നിൻ്റെ സൃഷ്ടിതാവാണ്. അതവൻ്റെ ഉത്തരവാദിത്തമാണ്. മതിയെന്ന് വിധിക്കരുത്, മതിയെന്ന് പറയരുത്. അവൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പണം ഏൽപ്പിച്ചുകൂടെ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായിരിക്കാൻ ഇഷ്ടപ്പെടുക. കുശവൻ്റെ കയ്യിൽ കണിമണ്ണ് പോലെ. ദൈവത്തിന് സ്തോത്രം. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോലെ മാറ്റണമേ, നിന്നിഷ്ടം പോലെ ആകണമേ. എന്നിഷ്ടരന്നെ തള്ളിയാലും ഞാൻ തള്ളുകയില്ല എന്നു ചൊന്ന നാദാനിൻ വാക്കൻ ആശ്വാസമാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് നിൻ്റെ കുഞ്ഞുങ്ങളുമായി അടുത്ത് വരുന്നു. പലപ്പോഴും കർത്താവിൻ്റെ ശിക്ഷകൾ വേദനയുള്ളതാണെന്ന് തോന്നിയാലും നിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുവാൻ നിൻ്റെ ജനത്തിന് കൃപ നൽകണമേ. പ്രകൃതി അറിയുന്ന കർത്താവ്, പൊടിയെന്നോർക്കുന്ന കർത്താവ്, ദോഷമായി ഒന്നും ചെയ്യുന്നവനല്ലല്ലോ. നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുവാൻ നിൻ്റെ ജനത്തിന് കൃപ നൽകണമേ. കർത്താവെ, അവിടുത്തെ സമ്പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കയ്യിൽ ഇണങ്ങിയ ആയുധം പോലെ ആക്കണമേ. ദൈവത്തിന് സ്തോത്രം. ലാസർ മരിച്ചു എന്നറിഞ്ഞിട്ടും, ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും അവിടുന്ന് വരുവാൻ താമസിച്ചത് കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ മരണത്തിലും കർത്താവെ ചോദ്യം ചെയ്യുവാൻ ശിഷ്യന്മാർക്ക്, അടിയങ്ങൾക്ക് അവകാശമില്ലല്ലോ. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അതിനൊരു വിശദീകരണം കർത്താവെ ഞങ്ങൾ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
അവൻ അന്ന് ആ രംഗത്ത് നിന്ന് മാറ്റപ്പെടേണ്ടത് അങ്ങനെയാണെന്ന് കർത്താവ് നിശ്ചയിച്ചു. കർത്താവേ, നീ ആലോചനയിൽ വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൈക്കിലെ ആടുകളാണ് അടിയങ്ങൾ. പലപ്പോഴും പ്രകൃതിയിലെ പല മാറ്റങ്ങൾ കാണുന്നു. അനേക അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, ലോകത്തെ മുഴുവൻ നടുക്കുന്ന മഹാമാരി, പകർച്ചവ്യാധി ദേശത്ത് പടർന്നു പിടിക്കുന്നു. അതിൻ്റെ മുമ്പിൽ അനേകരെ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. ശാസ്ത്രം നോക്കി നിൽക്കുന്നു. ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. കർത്താവെ, നിൻ്റെ ജനവും പലപ്പോഴും അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അത് നിൻ്റെ ഒരു പദ്ധതിയാണെന്ന് അറിഞ്ഞ് നിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ഹിതം വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി അടിയങ്ങൾ സമർപ്പിക്കുന്നു. ഒരു ജനത്തെ സമർപ്പിക്കുന്നു. വിവിധ പ്രയാസങ്ങളിൽ വേദനകളിലായിരിക്കുന്ന നിൻ്റെ മക്കളുണ്ട്. എല്ലാവരെയും വിടുവിക്കണമേ. കർത്താവ് ശക്തീകരിക്കണമേ. പോരിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ടു പോകുവാനിടയാകാതെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, നിൻ്റെ ഹിതമറിഞ്ഞ് ജീവിപ്പാൻ, നിൻ്റെ കൈക്കലെ ആടുകളായിരിക്കാൻ, യോഹന്നാനെ പോലെ നിൻ്റെ നെഞ്ചോട് ചാരിയെന്ന് നിൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിപ്പാൻ നിൻ്റെ ജനത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ അയച്ചതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.